ഹായ് കൂട്ടുകാരെ, പഠനമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പൊ നമ്മൾ ഇനി വരുന്ന എക്സാമിനേഷന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണെന്ന് ആ ടോപ്പിക് നോക്കൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ പരീക്ഷയിൽ കണ്ടിട്ടുണ്ട്, ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വർഷങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ് ഭാരതീയ റിസർവ് ബാങ്ക് എന്നറിയപ്പെടുന്നത്, അല്ലെ? ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബന്ധപ്പെട്ട വർഷങ്ങൾ നോക്കാം. ആദ്യമായിട്ട് 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അപ്പൊ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഏത് വർഷം? 1926. ഇനി ഈ ഹിൽട്ടൺ യങ് കമ്മീഷന് മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഹിൽട്ടൺ കമ്മീഷന് മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി ഈ കമ്മീഷൻ പ്രകാരം ഈ നിലവിൽ വന്ന ബാങ്കാണ് RBI എന്ന് പറഞ്ഞു. ഇനി RBI നിലവിൽ വരുന്നതിന് ഒരു RBI ആക്ട് പാസ്സാക്കിയുണ്ടായി. ഈ RBI ആക്ട് നിന്ന് വർഷം നോക്കാം. 1934 മാർച്ച് 6-നാണ് RBI ആക്ട് നിലവിൽ വരുന്നത്. ഇനി RBI ആക്ട് നിലവിൽ വന്നതിന് ശേഷം RBI നിലവിൽ വരുന്നത് 1935 ഏപ്രിൽ 1-നാണ് RBI നിലവിൽ വരുന്നത്. ഇനി RBI നിലവിൽ വന്നതിന് ശേഷം 1949 ജനുവരി 1-നാണ് RBI ദേശസാൽക്കരിക്കപ്പെടുന്നത്. അപ്പൊ ഇത്രയും വർഷങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത പോയിന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ആദ്യം കൊൽക്കത്ത ആയിരുന്നു. പിന്നീട് 1937 മുതൽ അത് മുംബൈ മാറുകയാണ് ഉണ്ടായത്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. നോക്കാം അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. ഒന്ന്, ഇന്ത്യയുടെ പണനയം നടപ്പാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി റിസർവ് ബാങ്കിനെ ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത് മനസ്സിലാക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷം എന്ന് പറയുന്നത്, ധനകാര്യ വർഷം എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എന്നറിയപ്പെടുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുദ്രണത്തിൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ എണ്ണപ്പനയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുദ്രണത്തിൽ കാണപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കടുവയാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നോക്കൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ, അതായത് 26ാമത്തെ ഗവർണർ എന്നറിയപ്പെടുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് അങ്ങനത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത് തീർച്ചയായും പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പൊ നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ള പോയിന്റ്സ് മറ്റു ക്ലാസ്സുമായി ഡിസ്കസ് ചെയ്ത് കണ്ടുമുട്ടുന്നതാണ്.